ചോദിച്ചൊരൊറ്റെണ്ണത്തിനെയും ലോകത്ത് ബാക്കി വെക്കില്ല. ആ സമയത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നബി അല്ലാഹുവേ വേണ്ട, ഞാൻ നിന്നോടത് ചോദിക്കുന്നില്ല, അവരെന്നോട് ആവശ്യപ്പെട്ടതല്ലേ. ഇവര് വിശ്വസിക്കുന്നില്ലെങ്കിലും ഇവരുടെ സന്താന പരമ്പരകൾ ലോകത്ത് ബാക്കി വരുമല്ലോ. ഇവരെ മുഴുവനുമായങ്ങ് നശിപ്പിച്ചാൽ പിന്നെ സന്താന പരമ്പര വരാനുണ്ടാകില്ലല്ലോ. അതുകൊണ്ട് അല്ലാ, ഒരൊറ്റ ദൃഷ്ടാന്തവും ഇവരാവശ്യപ്പെട്ടത് നീ നൽകേണ്ടതില്ല. അങ്ങനെ നൽകിയാലോ ഇവര് വിശ്വസിക്കാതിരുന്നാൽ ശിക്ഷ വരില്ലേ? അത് ഞാൻ നേർക്കുനേരെ നോക്കി കാണേണ്ടി വരില്ലേ? മുൻകാല പ്രവാചകന്മാര് സമുദായങ്ങളെ ശിക്ഷിക്കുന്നത് നോക്കി നിന്നില്ലേ? പലരും നേർക്കുനേരെ കണ്ടില്ലേ? നൂഹ് നബി അലൈഹിസ്സലാം സ്വന്തം മകനടക്കമുള്ള സമുദായം, സ്വന്തം ഭാര്യയടക്കമുള്ള സമുദായം വിശ്വാസരാഹിത്യത്തിൻ്റെ പേരിൽ മുങ്ങിച്ചാകുന്നത് നോക്കിക്കാണേണ്ടി വന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത 4 ലക്ഷം വരുന്ന ആളുകൾ ഒരൊറ്റ രാത്രിയിൽ തന്നെ അവരെ ശിക്ഷിക്കുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമും അവിടുത്തെ 2 മക്കളും കണ്ടുപോയില്ലേ? സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ റബ്ബ് സുബ്ഹാനഹു വ തആല 3 ദിവസം കൊണ്ട് ശിക്ഷിക്കുന്നത് സ്വാലിഹ് നബി അലൈഹിസ്സലാം കണ്ടു കഴിഞ്ഞില്ലേ? ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ആദ് ഗോത്രത്തെ 7 ദിവസം കൊണ്ട് 7 രാത്രിയും 8 പകലും അടിച്ചു വീശിയ കാറ്റുകൊണ്ട് നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കിയത് ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാം നോക്കിക്കണ്ടല്ലോ. അവരൊക്കെ നോക്കിക്കണ്ടതുപോലെ എൻ്റെ ഉമ്മത്തിനെ ശിക്ഷിക്കുന്നത് എനിക്ക് കാണേണ്ട റബ്ബേ.